ക്രിസ്തുവിന്റെ രാജ്യത്വ തിരുനാൾ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രത്തോറിയത്തിന്റെ ഇരുൾ വീണ ഇടനാഴിയിൽ വെച്ച് പീലാത്തോസ് യേശുവിനെ നോക്കി ചോദിച്ചു, നീ യഹൂദന്മാരുടെ രാജാവാണോ? ബന്ധിതനായി വിചാരണ കാത്തു നിൽക്കുന്ന ദൈവപുത്രൻ പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല. ഐഹികമെന്ന വാക്കിൻ്റെ വ്യാഖ്യാനം ഇഹലോകമെന്നാണ്. പാരത്രികമായിരുന്നു അവൻ്റെ ലോകം. അവൻ്റെ പ്രബോധനങ്ങളും അവൻ പ്രവർത്തിച്ച അടയാളങ്ങളും ആ പാരത്രിക ലോകത്തിലേക്കാണ് വിരൽ ചൂണ്ടിയത്. അപ്പം ഭക്ഷിച്ച് തൃപ്തരായ ജനത്തോട് അനശ്വരമായ ആ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവാൻ അവൻ ഉത്ബോധിപ്പിച്ചു. പച്ചവെള്ളത്തെ വീര്യമുള്ള വീഞ്ഞാക്കി മാറ്റിയവൻ, വെള്ളത്തിനു മീതെ പൂഴിയിലെന്ന പോലെ നടന്നുപോയവൻ, സമരിയായിലെ ആ കിണറ്റിൻകരയിൽ നിത്യജീവൻ നിർഗളിക്കുന്ന ആ അരുവിയെപ്പറ്റി പ്രഖ്യാപിക്കുന്നു. 38 വർഷത്തെ തളർവാദത്തിൽ നിന്നും കൈപിടിച്ചെഴുന്നേൽപ്പിച്ച ആ രോഗിക്ക് വാഗ്ദാനം ചെയ്തത് പാപക്ഷമയും സൗഖ്യവും സൗജന്യ കൃപയുമാണ്. ഇതാണ് എൻ്റെ രാജ്യം. ഈ രാജാവിൻ്റെ സ്വഭാവ സവിശേഷതകളെ പറ്റി ഏശയ്യാ പ്രവാചകൻ അവൻ്റെ ജനനത്തിന് 8 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു വച്ചിട്ടുണ്ട്. വിസ്മരണീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്നവൻ വിളിക്കപ്പെടും. അതേ, നവംബർ 22 ക്രിസ്തുവിൻ്റെ രാജ്യത്വ തിരുനാൾ. 1925 11 പിയൂസ് മാർപ്പാപ്പയാണ് ക്രിസ്തുവിൻ്റെ രാജ്യത്വ തിരുനാൾ തിരുസഭയ്ക്ക് സമ്മാനിച്ചത്. ആ രാജാവിൻ്റെ പ്രജകളാണ് നാം ഓരോരുത്തരും. ആ രാജാവിൻ്റെ രാജശാസനങ്ങളുടെ ആകെ തുകയാണ് വിശുദ്ധ ഗ്രന്ഥം. സ്വജീവൻ ബലിയായി കൊടുത്ത് പാപത്തിൻ്റെ അടിമച്ചങ്ങലുകളിൽ നിന്നും തൻ്റെ പ്രജകളെ രക്ഷിച്ചെടുത്ത മഹാനായ രാജാവ്, അധ്വാനിക്കുന്നവർക്കും ഭാരം വഹിക്കുന്നവർക്കും ആശ്വാസത്തിൻ്റെ ലേപനവുമായി അൾത്താരയിൽ കാത്തിരിക്കുന്ന സ്നേഹസമ്പന്നനായ രാജാവ്, താനായിരിക്കുന്നിടത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുവാൻ നമുക്ക് ഇടം സജ്ജമാക്കിയിരിക്കുന്ന കാരുണ്യവാനായ രാജാവ്. പക്ഷേ പ്രജകളായ നാം ഈ ലോക സുഖങ്ങൾക്ക് വേണ്ടി മാത്രം യേശുവിനെ തേടുന്നവരാണെങ്കിൽ ഹതഭാഗ്യരായ ജനത എന്നെ നമ്മെക്കുറിച്ച് പറയാനാകൂ. അതിനാൽ കൂട്ടുകാരെ, നമുക്ക് യേശു രാജാവായിട്ടുള്ള പാരത്രിക ലോകത്തിലേക്ക് മിഴി തുറക്കാം. അവൻ്റെ ധീര പടയാളികളായി ഭൂമിയിൽ അവിടുത്തെ സാക്ഷ്യം വഹിക്കാം. അതിനായി പൗലോസ്ലീഹ പറയുന്നത് പോലെ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് സമാധാനത്തിൻ്റെ പാദരക്ഷകൾ അണിഞ്ഞ് വിശ്വാസത്തിൻ്റെ പടത്തൊപ്പി വെച്ച് ദൈവവചനമാകുന്ന വാളെടുത്ത് യേശുവിൻ്റെ ധീര പടയാളിയാകാം. ജയ് ക്രിസ്തു രാജൻ.